ഹായ്. ബിഗ് ബോസ് മലയാളം സീസൺ 7-ന്റെ 23-ാമത്തെ ദിവസം എപ്പിസോഡ് നമ്പർ 24-ന്റെ റിവ്യൂ ആണ് കേട്ടോ. ഇത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറയട്ടെ, ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് കൊണ്ടുപോയത് അനുമോളാണ്. ഒരു 90% അനുമോളെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ. ഗംഭീര ടാസ്കുകൾ അപ്പുറത്ത് നടക്കുന്നുണ്ടെങ്കിലും അനുമോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളുമായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. തുടക്കം മോർണിംഗ് സോങ് ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ബിന്നിയും അനുമോളും തമ്മിൽ അവിടെ ഒരു ഡിസ്കഷൻ നടക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അനുമോൾ പറയുന്നുണ്ട് ഞാൻ കിച്ചണിൽ കയറില്ല എന്നുള്ള രീതിയിൽ, അതായത് ക്യാപ്റ്റൻ വന്ന് കിച്ചണിൽ കയറാൻ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നത് ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മാറാൻ പറയുക, ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങാൻ പറയുക, ഇടയ്ക്കിടയ്ക്ക് വരാൻ പറയുക, ഇനി ഞാൻ കയറില്ല എന്ന് പറഞ്ഞ് അനുമോൾ അവിടെ മാറിയിരിക്കുന്നുണ്ട്. അതിനുശേഷം നെവിൻ വന്നിട്ടും അനുമോളോട് പറയുന്നുണ്ട് ആ ഒരു ചെറിയൊരു ഇഷ്യൂ അവിടെ ആവുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് വേറെ ടാസ്ക് നടക്കുന്നുണ്ട്. കാരണം നെവിൻ അവിടെ സ്വേച്ഛാധിപതിയാണ്. അനീഷ് നെവിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. മന്ത്രിയായിട്ടാണ് അനീഷ് അവിടെ നെവിൻ്റെ കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. അവരാണ് ശരിക്കും ഈ ഒരു സ്വേച്ഛാധിപതി ടാസ്ക് ശരിക്കും കളിക്കുന്നത്. നെവിനും അനീഷുമാണ്. ജിസേലൊന്നും അത്ര ഈ ഒരു ടാസ്കിലേക്ക് ഇറങ്ങി വന്ന് കളിക്കുന്നില്ല കേട്ടോ. അതിനുശേഷം അവിടെ നൂറയും അതേപോലെ ആദിലയും വന്നിട്ട് അനുമോളോട് പറയുന്നുണ്ട്. അനുമോള് കിച്ചണിൽ നിന്ന് മാറ്റിയതിന് ശേഷം അത് അനുമോള് കയറില്ല എന്ന് പറഞ്ഞപ്പോൾ അനുമോള് കിച്ചണിൽ നിന്ന് മാറ്റിയിട്ട് വെസലിലേക്ക് മാറ്റുന്നുണ്ട്. രണ്ടും കൂടെ ചെയ്തോളം പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിൽ അനുമോൾ ഒന്നിനും കൂട്ടാക്കാതെ മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആദിലയും നൂറയൊക്കെ ഇവിടെ വന്ന് സംസാരിക്കുന്നുണ്ട്. നീ ഇപ്പോൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യണം, ചെയ്യാതിരിക്കുന്നത് മോശമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ലാസ്റ്റ് അനുമോൾ പോയിട്ട് വെസൽ കഴുകുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ഒരു സ്ട്രാറ്റജി, എല്ലാം അനുമോളുടെ സ്ട്രാറ്റജിയിലൂടെയാണ് ഇന്നത്തെ ദിവസം പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നു. ഒരു ആപ്പിൾ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, പക്ഷേ ഫുഡ് കഴിക്കുന്നില്ല. പക്ഷെ പിന്നെ ഈ ഫുഡ് കഴിക്കാത്തതിനെ കുറിച്ചൊക്കെ അവിടെ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട് കേട്ടോ. അക്ബറൊക്കെ അതിന് മുന്നിലാണ്. ഈ കളിയാക്കുന്ന കാര്യത്തിൽ അക്ബർ മുന്നിലാണ്. അത് കഴിഞ്ഞ് അനുമോളെ സംസാരിക്കാനായിട്ട് അഭിലാഷ് വരുന്നു. അഭിലാഷും ഇത് തന്നെ പറയുന്നത് എന്തെങ്കിലും ചെയ്യുമോ ഇല്ലെങ്കിൽ മോശമാണെന്ന് പറയുന്നു. അങ്ങനെ പോയിട്ട് ഇതൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് പോയിട്ട് നമ്മുടെ വെസൽ ക്ലീനിങ് ചെയ്യുന്നത്. ഏത് വിധേനയും അനുമോളെ ഞാൻ പുറത്താക്കും എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിട്ടാണ് നെവിൻ അവിടെ നിന്ന് പോകുന്നത്. അതേപോലെ ഈ ഭക്ഷണം കഴിക്കാത്തതിൻ്റെയും പണിയെടുക്കാത്തതിൻ്റെയൊക്കെ പാടെ എല്ലാവരും ഇരുന്ന് കളിയാക്കുന്നുണ്ട്. നമ്മുടെ അപ്പാനി ശരത്തുണ്ട്, അക്ബറുണ്ട്, അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് അനുമോളെ കളിയാക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ മൊത്തം ദിവസം കാണിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ മെയിനായിട്ടൊരു സംഭവം വന്നത് കുറേ ടൈമിന് ശേഷം ഒരു പണിപ്പുര ടാസ്ക്കാണ്. പണിപ്പുര ടാസ്കിൽ ഇത്തവണത്തെ പണിപ്പുര ടാസ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3 റൗണ്ടുകളാണ് ഉണ്ടാവുക. 3 റൗണ്ടിലും 20 സെക്കൻഡ് വീതം ഉണ്ടാവും. പോയിന്റിന് ലിമിറ്റില്ല, എത്ര വേണമെങ്കിലും എടുക്കാം, പക്ഷേ 20 സെക്കൻഡിൻ്റെ ഉള്ളിൽ എടുക്കാം. വേറൊരു ട്വിസ്റ്റും കൂടെ ഉണ്ട്. ഈ സ്വേച്ഛാധിപതികൾക്ക് മാത്രമേ പണിപ്പുരയിലേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ആദ്യത്തെ റൗണ്ട് പോകുന്നു. രണ്ടുപേരും കൂടെ കുറച്ചധികം സാധനങ്ങൾ എടുത്തിട്ട് വരുന്നു. ഫുഡ് ഐറ്റംസ് ആണ് കൂടുതൽ എടുക്കുന്നത്. അത് 3 റൗണ്ടിൽ അങ്ങനെ തന്നെയാണ്. പുറത്ത് നിൽക്കുന്ന ആളുകൾ കൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റെനെ അഭിലാഷൊക്കെയാണ് കൂടുതലായിട്ട് കൗണ്ട് ചെയ്തിരുന്നത്. ആ കൗണ്ട് കേൾക്കുന്നതിനനുസരിച്ചാണ് ഇവർ 20 സെക്കൻഡ് കണക്കാക്കിയിട്ട് അവിടുന്ന് സാധനങ്ങൾ എടുത്ത് വന്നിരുന്നത്. 3 റൗണ്ടും അവർ പൂർത്തിയാക്കിയപ്പോൾ 20,280 പോയിന്റിനുള്ള ഐറ്റംസ് അവരെടുത്തിട്ടുണ്ട്. അതിൽ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, ഐസ്ക്രീംസ്, ഫുഡ് ഐറ്റംസ്, അതായത് കുഴിമന്തി, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവർ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവസാനത്തെ ടാസ്ക്, അതായത് 3ാമത്തെ പണിപ്പുര ടാസ്ക് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അനുമോളുടെ ഒരു ട്രാക്ക് സൂട്ട് ജിസേൽ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അത് പുറത്തെത്തി നോക്കിയതിന് ശേഷമാണ് ജിസേലിന് മനസ്സിലായത് അത് അനുമോളുടെ ട്രാക്ക് സൂട്ടാണെന്നുള്ളത്. അപ്പോൾ ജിസേൽ ഡോർ തുറന്നിട്ട് വീണ്ടും അകത്തേക്ക് ഇടുന്നു. അപ്പോൾ നബി ചോദിക്കുന്നുണ്ട് എന്താണതെന്നുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ പറയാം എന്ന് പറയുന്നു. പക്ഷേ അനുമോളത് കണ്ടു. അനുമോളിന് മനസ്സിലായി അത് അനുമോളുടെ ഡ്രസ്സാണെന്നുള്ളത്. എന്നിട്ട് അനുമോള സൈഡിലെ കണ്ണാടിയിലൂടെ ഉള്ളിലേക്ക് നോക്കുന്നു. അപ്പോൾ അത് അവിടെ അനുമോളുടെ ട്രാക്ക് സൂട്ട് അനുമോൾ എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചത് അവിടെ കിടക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കാര്യന്നത് എന്താ, ആർക്കായാലും അത് സങ്കടം വരും. ഉപയോഗിക്കാൻ പറ്റില്ല. അവരുടെ സ്വേച്ഛാധിപതികളുടെ വസ്ത്രങ്ങൾ മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള ആരുടെ വസ്ത്രം കൊണ്ടുവന്നാൽ അത് തിരിച്ചു വെക്കണം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ആർക്കായാലും അത് വിഷമം വരും. അത് ഇരുന്ന് കരയാണ് നമ്മുടെ അനുമോള്. കുറച്ച് കഴിയുമ്പോൾ ബിഗ് ബോസ് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിക്കുന്നു. അവിടുന്ന് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ടാസ്ക് ആണ് ഇവിടെ നടക്കുക എന്നുള്ള അറിയില്ലേ, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഗെയിം കളിക്കുക എന്നുള്ള അറിയില്ലേ, പിന്നെ എന്താണ് വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അനുമോളെ അവിടുന്ന് സമാധാനിപ്പിച്ച് വിടുന്നുണ്ട്. അതിനുശേഷം കരച്ചിൽ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ആര്യനും അനുമോളും തമ്മിലുള്ള ഒരു ചെറിയ നാടകം, അത് ഏത് ട്രാക്കിലേക്കാണ് പോകുന്നത് എന്നുള്ള മനസ്സിലാവുന്നില്ല. അവർ ചെറിയ ഒരു നാടകം അവിടെ അരങ്ങേറുന്നുണ്ട്. അതിനിടയ്ക്കാണ് നമ്മുടെ റെന ഫാത്തിമ വരുന്നത്.
വെസൽ ക്ലീൻ ചെയ്യുന്നില്ല, വീണ്ടും അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് വരുന്നു. പുറകെ അപ്പാനി വരുന്നു. അവർ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടാക്കുന്നു. രണ്ടുപേരും കൂടെ, അതായത് റെനയും അപ്പാനിയും കൂടെ അനുമോളോട് ഷൗട്ട് ചെയ്യുന്നു, അനുമോൾ തിരിച്ചും ഷൗട്ട് ചെയ്യുന്നു. അതങ്ങനെ പിരിഞ്ഞു പോകുന്നു. അത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. എപ്പിസോഡിൽ ഉടനീളം അതങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അപ്പാനിയുടെ പെണ്ണും പിള്ളെ വിളിക്കുന്നത് അനുമോൾ. അതായത് എഡി എന്ന് അനുമോളിനെ വിളിക്കുമ്പോൾ അനുമോൾ പറയുന്നത് ഇനി അത് നിന്റെ പെണ്ണും പിള്ളെ പോയി വിളിച്ചാൽ മതി എന്നുള്ളത്. അപ്പാനിക്ക് അത് ആ സമയത്ത് അപ്പാനിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പെണ്ണും പിള്ളയുള്ള പുള്ളിക്കാരി വിളിച്ചത് എന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചു വന്ന് അനുമോളായിട്ട് അവിടെ ഫൈറ്റ് ചെയ്യുന്നു. അതിനുശേഷം അപ്പാനിയും അക്ബറും ചേർന്ന് അനുമോളിനെ അവിടെ ഇരുന്ന് കളിയാക്കുന്നു. അതന്നെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം തന്നെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അനുമോള് അവിടെ ഷാനവാസ് അഭിലാഷായിട്ട് സംസാരിക്കുന്നു. ഷാനവാസും അഭിലാഷും അനുമോളോട് പറയുന്നുണ്ട്, ഇനി നിന്നെ ഒറ്റയ്ക്ക് ഞങ്ങൾ വിടില്ല, നിന്റെ കൂടെ ഞങ്ങളും ഉണ്ടാവും. അതായത് നീ ഇനി ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യണ്ട, നിന്റെ കൂടെ ഞങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞ് ഷാനവാസും അഭിലാഷൊക്കെ ഒനിയലും അനുമോളുടെ കൂടെ കൂടുന്നുണ്ട്. അത് അനുമോൾക്ക് നല്ലതാണോ അതോ റോങ് ആയിട്ടാണോ വരിക എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിലേ മനസ്സിലാവുള്ളൂ. ഇതിനിടയ്ക്ക് അപ്പാനി ശരത്തും റെന ഫാത്തിമയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. റെനയെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് റെനയുടെ മനസ്സ് മാറ്റി അനുമോൾക്കെതിരെ കൂടുതൽ ശക്തമായിട്ട് പ്രതികരിക്കാനുള്ള എല്ലാ പണികളും അപ്പാനി അവിടെ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ബിഗ് ബോസ് ഒരു തഗ്ഗുമായി വന്നിട്ടാണ് എല്ലാവരെയും വിളിച്ച് നമ്മുടെ ലിവിങ് ഏരിയയിൽ ഇരുത്തുന്നത്. അതായത് 20,280 പോയിന്റിനുള്ള സാധനങ്ങൾ സ്വച്ഛാധിപതികൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് ഒരു ബില്ലുണ്ട് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. ഈ ബില്ല് പക്ഷേ അവർ അടച്ചു തീർക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 20,280 പോയിന്റിനുള്ള ഗെയിം കളിക്കുക എന്നുള്ളതാണ്. ഒരു റൗണ്ടിൽ 4 ഗെയിമുകളുണ്ടാവും. അങ്ങനത്തെ ഒരു റൗണ്ടിന് 1000 പോയിന്റാണ്. അപ്പോൾ 20,280 പോയിന്റിന് 20 റൗണ്ടും പിന്നെ 1-2 ഗെയിമുകൾ എക്സ്ട്രായും കളിക്കേണ്ടി വരും എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് ആരാണ് കളിക്കേണ്ടത്? ഇത് കളിക്കേണ്ടത് ഇവർ നേരത്തെ അടിമകളാക്കി വെച്ചിട്ടുള്ള ആ ആളുകളാണ് ഈ ഗെയിം കളിക്കേണ്ടത് എന്നുള്ളത് പിന്നെയാണ് ബിഗ് ബോസ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അതിൽ ഷാനവാസ് ഉണ്ട്, അനീഷ് ഉണ്ട്, റെനയുണ്ട്, ബെന്നി ഉണ്ട്, ഒനിയൽ സാബു ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ അകത്തേക്ക് പോകുന്നു. ആദ്യത്തെ ടാസ്ക് വളരെ സിമ്പിളായിട്ട് ജയിക്കുന്ന ഷാനവാസ്, അതായത് തീപ്പെട്ടി ബോക്സുകൾ കുറച്ച് അകലെ വെച്ചിരിക്കുന്ന ബൗളിനകത്തേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് ഇടുക എന്നുള്ളതാണ്. 5 തീപ്പെട്ടി ബോക്സുകളുള്ളത്. അത് സിമ്പിളായിട്ട് ചെയ്തു. അടുത്തത് 10 നട്ടുകൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി വയ്ക്കുക എന്നുള്ളതാണ്. ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം എടുത്തിട്ടാണ് ആദ്യത്തെ സ്റ്റെപ്പ് അവർ കംപ്ലീറ്റ് ചെയ്തത്. അത് ബിന്നിയാണ് കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. രണ്ടാമത്തെ ആ ഇത് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ പ്ലാസ്റ്റിക് കപ്പുകൾ കൊണ്ട് ഒരു കൊട്ടാരം നിർമ്മിക്കുക എന്നുള്ളതാണ്. അതൊക്കെ സിമ്പിളാണ്, അതൊക്കെ പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. അത് റെന അത് കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് 5 കുപ്പികൾ ഫ്ലിപ്പ് ചെയ്തിട്ട് തന്നെ നേരെ നിർത്തുക എന്നുള്ളതാണ്. അതും അനീഷ് അത് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ 1 റൗണ്ട് കഴിഞ്ഞു, 2 റൗണ്ട് കഴിഞ്ഞു. എപ്പിസോഡ് അവസാനിക്കുമ്പോൾ 4 റൗണ്ടുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും 16 റൗണ്ടുകൾ ബാക്കി കിടക്കാനുണ്ടോ. അതിൽ ഏറ്റവും വിഷമമുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഈ നട്ട് അടുക്കി വെക്കുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ സിമ്പിളാണ്. ഈ നട്ട് അടുക്കി വെക്കാൻ വേണ്ടി മാത്രം ആദ്യത്തെ റൗണ്ടിൽ 2 മണിക്കൂറിൽ കൂടുതൽ എടുത്തു എന്നുള്ളതാണ് ആ ഒരു ലൈവ് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. പിന്നെ കൂടുതൽ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയണമെന്നില്ല. പിന്നെ ഈ അനുമോളുമായി ബന്ധപ്പെട്ട് ഭക്ഷണം കഴിക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ. ഭക്ഷണം അതിലെയും നൂറയും വന്നിട്ട് അനുമോൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ അനുമോൾക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർ കളിയാക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ കളിയാക്കുമെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. അപ്പോൾ നൂറ അതിൽ വന്നിട്ട് ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയാവുമ്പോൾ ഇവർ നെവിനെ സോപ്പിട്ടിട്ട്, അതായത് ആദില, നൂറ, പിന്നെ അനുമോൾ എല്ലാവരും കൂടെ നെവിനെ സോപ്പിട്ടിട്ട് ജിസേൽ മാറ്റി വെച്ച ജ്യൂസ് എടുത്ത് കുടിക്കുകയാണ്. അതേപോലെ തന്നെ ഐസ്ക്രീം അതെല്ലാം എടുത്ത് കുടിക്കുന്നു. അവസാനം ജിസേൽ അത് കണ്ടുപിടിച്ച് രാത്രി 1 മണിക്കാണ് വന്നിട്ട് നെവിനോട് ചൂടാവുകയാണ്, നീ ഇത് ചെയ്ത് ഒട്ടും ശരിയായില്ല, നമുക്ക് വേണ്ടിയിട്ട് അവിടെ ടാസ്കുകൾ കളിക്കുന്ന ആളുകൾ നീ എന്താണ് കാണാതിരുന്നത്, ഇവിടെ ഇവർ കിടന്നുറങ്ങുന്നത്, ഇവർക്കാണോ നീ ഐറ്റംസ് എടുത്ത് കൊടുക്കുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ് അവർ അവിടെ ടാസ്ക് കളിക്കുന്നത്, അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞ് ജിസേൽ ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് വേണ്ടിയിട്ടാണ്, ഇവരുടെ ഈ ഐറ്റംസ് എടുത്തതിൻ്റെ കടം വീട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ടാസ്ക് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും മാറ്റി വെക്കണം എന്നുള്ളത് ജിസേല പറഞ്ഞ കാര്യം ശരി തന്നെയാണ്. അങ്ങനെ എപ്പിസോഡ് അവിടെ അവസാനിക്കാനുണ്ടോ. നമ്മളെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 4 റൗണ്ടുകളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇനിയും 16 റൗണ്ടുകൾ പൂർത്തിയാക്കാൻ ബാക്കി കിടക്കുന്നു. നാളെ പുലരുന്നതിന് മുമ്പ് ചെയ്യുകയും വേണം. അപ്പോൾ അത് എങ്ങനെയാണ് അവർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ നാളെ എപ്പിസോഡ് വേണ്ടി വരാം.